ആഘോഷങ്ങൾ ഏതുമാവട്ടെ, നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത. ഓഫർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. അദ്ദേഹത്തിനെതിരെ പരാതി ഉണ്ടായിരുന്നു, പോലീസ് കേസെടുത്തു, പരാതി പിൻവലിച്ചു. അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടിട്ട് പറഞ്ഞത് എനിക്കൊപ്പം പാർട്ടി ഉണ്ടാകും, മുന്നണി ഉണ്ടാകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാത്രം ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്, അതിൻ്റെ കീഴിലേക്ക് അത് കൊണ്ടുവന്നതാണ് പ്രശ്നമെന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പറയുകയുണ്ടായി. നമുക്ക് നജീബ് കാന്തപുരത്തിനെതിരെ മത്സരിച്ച് ചെറിയ വോട്ടിനാണെങ്കിലും പരാജയപ്പെട്ട KPM മുസ്തഫ നമ്മോടൊപ്പമുണ്ട്. ഈ MLAക്ക് ഇക്കാര്യത്തിൽ അബദ്ധം പറ്റിയതാണോ? അദ്ദേഹം പാർട്ടി ഉണ്ടാകും, മുന്നണി ഉണ്ടാകും എന്നൊക്കെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. താങ്കളുടെ പ്രതികരണം എന്താണ്? അല്ല, ഇതിൽ പുള്ളിക്കാരനെ പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ 2-3 സംഗതിയിൽ പറ്റിയിട്ടുണ്ട്. ഇത് എല്ലാ മണ്ഡലത്തിലും കേരളത്തിലൊട്ടാകെ ഇവരെ ഈ ഒരു ഓഫറുമായിട്ട് എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. പലരും ഇതിൻ്റെ ഫംഗ്ഷന് പോകും. ഇപ്പോൾ മുനിസിപ്പൽ ചെയർമാനാകുമ്പോൾ ഇപ്പോൾ ഞാനൊരു മുനിസിപ്പൽ ചെയർമാനായ ആളായിരുന്നു. അപ്പോൾ എന്നെ അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ എന്നെ വിളിച്ചാൽ ഞാൻ പോയി അത് ഇനോഗ്രേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളെ പറ്റി കുറച്ച് നന്നാക്കിയിട്ടൊക്കെ പറയും. സ്വാഭാവികമാണ്. അങ്ങനെ ചെയ്ത് എല്ലാവരും തിരിച്ചു പോരേ ചെയ്തത്. ഇദ്ദേഹം ചെയ്ത പണി എന്താ വെച്ചാൽ, ഇദ്ദേഹം മുദ്ര എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് ഉണ്ടാക്കി. അദ്ദേഹത്തിന് ട്രസ്റ്റ് ഉണ്ടായിരുന്നു ആദ്യം തന്നെ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല അതിനെക്കുറിച്ച് ട്രസ്റ്റിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല. ഈ ട്രസ്റ്റ് ഉണ്ടാക്കി ഇദ്ദേഹം ആ ഓഫർ തട്ടിപ്പുകാരൻ ബാക്കിയുള്ള സ്ഥലത്ത് ബാക്കിയുള്ളവരെ എങ്ങനെ പറ്റിച്ചു, അതേ രീതിയിൽ മുദ്രയാണ് ഇവിടെ മുന്നിൽ നിന്ന്. മുദ്രയുടെ നോട്ടീസ്, മുദ്രയുടെ കാര്യങ്ങൾ, എന്നിട്ട് മുദ്രയാണ്. പക്ഷേ ഒന്നും കൂടി വിശ്വാസത ജനങ്ങൾക്ക് കിട്ടുകയാണ്. ഞങ്ങൾ ജയിപ്പിച്ച ഞങ്ങളുടെ MLA അല്ലെങ്കിൽ ഞങ്ങളുടെ ജനപ്രതിനിധി ആണ് മുന്നിൽ വന്ന് നമ്മളോട് പറയുന്നത് പകുതി വിലക്ക് തരാം. അപ്പോൾ ഈ ഒരു സംഗതി എൻ്റേതാക്കി മാറ്റുക എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് അദ്ദേഹം പോയത്. ഇതിൽ പാർട്ടിക്ക് അതിൽ റോൾ ഒരിക്കലും ഞാൻ പറയില്ല. മുസ്ലിം ലീഗ് പാർട്ടിക്ക് അതിൽ യാതൊരു റോളുള്ളതായിട്ട് എനിക്കറിയില്ല. മുസ്ലിം ലീഗ് അനുഭാവികളായിരിക്കും, പക്ഷേ മുസ്ലിം ലീഗുകാരല്ല. എനിക്കറിയാം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളെയും ഇദ്ദേഹം ഇതിലേക്കൊന്നും തൊടിയിച്ചിട്ടില്ല. അതിൻ്റെ പിരിവോ അതിൻ്റെ ഫണ്ടിങ്ങോ അദ്ദേഹം എൻ്റെ അറിവനുസരിച്ച് ഗൾഫ് നാടുകളിൽ കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ മുഴുവൻ ലിസ്റ്റ് എടുത്തിട്ട് ഇന്ത്യൻ്റെ പുറത്തും ഇന്ത്യയിലും നടന്ന് പിരിച്ചൊരു സ്ഥാപനമാണ് ഈ ക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പിരിവ് എന്താണെന്നോ അതിലൊന്നും മുസ്ലിം ലീഗിന് യാതെങ്കിലും ഒരു ബാധ്യസ്ഥത ഇല്ലായിട്ട് എനിക്ക് തോന്നില്ല. കാരണം അവർക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ഇതൊക്കെ കോഴിക്കോട് നിന്ന് വന്ന കുറച്ച് ആളുകളാണ്. അവരെല്ലാവരും കൂടി ഇരുന്ന് ഉണ്ടാക്കുന്ന ഒരു സംഗതി അത് പിരിവാണ്. പ്രാദേശികമായിട്ട് ഇവിടുത്തെ നേതാക്കന്മാർക്കോ ഇവിടുത്തെ മുസ്ലിം ലീഗോ ഇതിലൊരു ബാധ്യസ്ഥതയില്ല. അവർ പറഞ്ഞത് കറക്റ്റ്, അവർ ബാധ്യത ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇദ്ദേഹം ഈ ക്രിയ എന്ന് പറഞ്ഞ സാധനത്തിൽ കൊണ്ടുവന്ന് MLA തരുന്നതാണ് നിങ്ങൾക്ക് പകുതി പൈസക്ക് എന്ന് പറഞ്ഞ് MLA സ്വന്തമായി പേരെടുക്കാൻ ശ്രമിച്ച് ഒരു സംഗതിയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അതിൻ്റെ പൂർണ്ണ ബാധ്യസ്ഥ യമനപ്പത്തിന് 3.5 കോടി രൂപയോളം ഇദ്ദേഹം പിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ 3.5 കോടി ഉറുപ്പിയും ക്രിയക്ക് തിരിച്ചു കൊടുക്കാവുന്നതാണ്. കാരണം എന്താ വെച്ചാൽ മുദ്ര ക്രിയ അല്ല, മുദ്ര അല്ല, ഈവൻ ക്രിയ എന്ന് പറഞ്ഞ സംഗതിയിൽ കണ്ടമാനം പൈസ പിരിച്ചു വെച്ചിട്ടുണ്ട്. അത് വെച്ച് ഈ 3.5 കോടിയൊന്നും അതൊരു വലിയ സംഖ്യയല്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ച് എൻ്റെ അറിവനുസരിച്ച് ക്രിയ എന്നുള്ളൊരു സംഗതിയിൽ അദ്ദേഹം ഒരു 10-70 കോടി രൂപകളുടെ മേലെ പിരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പോൾ ആ ഒരു സംഗതി വെച്ചിട്ട് ഈ 3.5 കോടി കൊടുക്കുക എന്ന് ഇദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുള്ള സംഗതിയല്ല. അദ്ദേഹത്തിന് നാളെ രാവിലെ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഇതിലൊരു ഞാൻ ഉദ്ദേശിക്കുന്ന സംഗതി, ഞാനിപ്പോൾ ഒരു കളവ് ചെയ്യാണ്, ഒരു തെറ്റ് ചെയ്യാണ്. ഞാനൊരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് എനിക്ക് മനസ്സിലായി, ബോധ്യപ്പെട്ടു, ഞാൻ തെറ്റ് ചെയ്തു. തെറ്റ് ജനങ്ങളുടെ ഇടയിൽ ഇതൊരു ഫ്ലാഷായി വന്നപ്പോഴാണ് ഞാൻ രംഗത്തിറങ്ങി ഞാൻ ഇതൊക്കെ വീട്ടാന്ന് പറഞ്ഞാൽ തെറ്റില്ലാതെ ആകുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ജയിലിൽ കണ്ടമാനം ആൾ കിടക്കുന്നുണ്ട്. ഓരോരുത്തരുടെ വീട് കുത്തി തുറന്നവരുണ്ട്, വേറൊരുത്തൻ്റെ പൈസ കട്ടമുണ്ട്, പോക്കറ്റ് അടിച്ചവരുണ്ട്, ഇങ്ങനത്തെ കുറേ ആളുകളുണ്ട്. ഇവരൊക്കെ പൈസ തിരിച്ചു കൊടുത്താൽ അവരൊക്കെ വിടുമോ? അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു നിയമം തന്നെ മാറ്റേണ്ട ഒരു അവസ്ഥ ഇതിലുണ്ട്. ശരിക്കും ഇപ്പോൾ മൂപ്പുള്ള അടുത്ത നിയമസഭയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രമേയം പാസ്സാക്കണം. ഇങ്ങനെ നിയമം നമ്മൾ തെറ്റ് മനസാന്തരപ്പെട്ട് നമ്മൾ ആ പൈസ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏത് കള്ളനും വെറുതെ വിടണം. അതാണ് ഏറ്റവും നല്ല പദ്ധതി. അതിപ്പോൾ നിയമസഭ നടക്കുന്ന സമയമാണ്. ഇപ്പോൾ ശരിക്കും ഒരു ബില്ല് കൊണ്ടുവന്ന് അത് പാസ്സാക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മൂപ്പളെ അപ്ലൈയിലെ കേസ് ഇല്ലാതെ ആവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരേ ഇപ്പോൾ പോക്കറ്റ് അടിക്കാരനും MLAക്കും നിയമം ഒന്നാണല്ലോ.
അതിൽ ഇന്ത്യൻ പിന്നെ ഈ സിസ്റ്റത്തിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം അതാണ് ശരിക്കും ചെയ്യേണ്ടത്. അവിടെ ഒരു നിയമം നമ്മളൊന്ന് മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ ഒരു പരാതിക്കാരി കേസ് പിൻവലിച്ചുകൊണ്ട് പരാതി പോകുമെന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഈ പൈസ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും പരാതി പല കേസിലും പൈസ തിരിച്ചു കിട്ടിയിറക്കണ്ടേ. 20 മുതൽ കിട്ടിയിട്ട് 20 മുതൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ പേരിൽ കേസില്ലാതെ ആയാൽ ഈ നിയമ സംവിധാനത്തിന് തന്നെ ഒരു മാറ്റം വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും MLA വിചാരിച്ചാൽ വലിയ പ്രതിഷേധം CPM DYFI നടത്തിയിരുന്നു. ഇതൊക്കെ വലിയ തരത്തിൽ ജനങ്ങളത് തിരിച്ചറിയുകയും ചെയ്തിരുന്നു. അത് ചർച്ചയായി. ഇനിയിപ്പോൾ MLAക്ക് ഇങ്ങനെ ഒരു വലിയ സംഭവത്തിൽ നിന്നും വിടുതൽ കിട്ടാൻ എന്താണ് ഒരു മാർഗം താങ്കളുടെ അഭിപ്രായത്തിൽ? അല്ല, ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ 3.5 കോടി രൂപയോളം ഇദ്ദേഹം പിരിച്ചു എന്നൊക്കെയാണ് ഈ ട്രസ്റ്റ്. ഈ 3.5 കോടി ഇപ്പോൾ തിരിച്ചു കൊടുക്കുക. അദ്ദേഹത്തിന് നാളെ വിചാരിച്ചാൽ തീർക്കാവുന്ന പണിയുള്ളൂ. അതിന് മാത്രം ഫണ്ട് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇതിന് ആരൊക്കെ പൈസ, കാരണം ഇപ്പോൾ ഈ വണ്ടി കിട്ടിയ ആളുകളുണ്ടല്ലോ, തയ്യൽ മെഷീൻ കിട്ടിയ ആൾ, ഇതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ ഇപ്പോൾ. കാരണം ഇതൊക്കെ 20 മുതലാണ്. ഇതൊരു പ്രശ്നം ഉണ്ടായി, ഇതൊരു കളവ് മുതലായിട്ടാണ് വരിക. ആരതോ പൈസ എടുത്ത് കൊടുത്താണ് ഇവർക്ക്. വേറെ ആൾക്ക് പൈസ വാങ്ങി ഇവിടെ ആദ്യം എല്ലായിടത്തും കുറച്ച് വിതരണം ചെയ്യും. ഇത് കണ്ട് കിട്ടുന്നുണ്ടെന്ന് കണ്ട് കൂടുതൽ ആളുകൾ ഇതിൽ പൈസ നിക്ഷേപിക്കും. ഇതാണ് ഈ ഒരു സൈക്കോളജിയിലാണ് ഇവർ ഹിറ്റ് ചെയ്തിരിക്കുന്നത്. ആ സൈക്കോളജി പ്രകാരം ഇതൊക്കെ 20 മുതലായി കൊടുത്ത സാധനങ്ങളൊക്കെ പോലീസിലേക്ക് തിരിച്ചേൽപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ പൈസയൊക്കെ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ക്രിയ മുഖാന്തരം ഇവർക്ക് 2 ദിവസം കൊണ്ട് വീട്ടാവുന്നതാണ്. അത് എത്രയും പെട്ടെന്ന് വീട്ടി ഈ പാവപ്പെട്ടവരുടെ പൈസ തിരിച്ചു കൊടുക്കുക. കേസും കാര്യമൊക്കെ അവിടെ കെട്ടെ. ഈ നാട്ടുകാരുടെ പൈസയാണ്. ഇദ്ദേഹം കോഴിക്കോട്ടിൽ നിന്ന് വന്നാണ്. ഇവിടുത്തെ ജനങ്ങളൊരു പാവപ്പെട്ട ആളുകളായി. മലപ്പുറം ജില്ലക്കാർ പൊതുവെ ഒരു നേതാക്കന്മാരൊക്കെ പറയുന്ന വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ഈ ആളുകളുടെ എന്താ പറയുക, അവരെ ആ ചൂഷണം ചെയ്യാതെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കുക. മുസ്ലിം ലീഗിലും തന്നെ അവിടുത്തെ നേതാക്കന്മാർക്ക് അവർക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് നാളെയും ഈ പാർട്ടി ഇവിടുത്തെ ഏറ്റവും ശക്തിയുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ അവർക്ക് നാളെ ഇത് സുഖമായി കൊണ്ടുപോകണം. നാളെ നജീബ് ഉണ്ടെങ്കിലും അല്ലെങ്കിലും ആരാണെങ്കിലും അവർക്കിത് കൊണ്ടുപോകണം. അവർക്കും അതിൻ്റെ സിസ്റ്റം ഉണ്ടായി കൊടുക്കുക എന്നുള്ളത് മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ. KP മുസ്തഫ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ഈ MLAയുടെ ഭാഗത്ത് നേരത്തെ മറ്റുള്ള DYFI ഉന്നയിച്ചതുപോലെ തന്നെ എന്താ പറയുക, കോഴിക്കോട് കൊടുവള്ളി ആസ്ഥാനമായ ഒരു സംഘം അദ്ദേഹത്തിനൊപ്പം ഉണ്ടെന്നൊക്കെയുള്ള ആരോപണമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയ തോതിൽ ഫണ്ടുണ്ട്. ഈ ഫണ്ടിൽ നിന്നും എത്രയും പെട്ടെന്ന് ഈ പണം, അതായത് അദ്ദേഹത്തിൻ്റെ ഈ ജനങ്ങളിൽ നിന്നും പിരിച്ച ഈ പണം എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കാൻ 2 ദിവസം കൊണ്ട് സാധിക്കും. പിന്നെ നിയമസഭയിൽ ഇങ്ങനെയുള്ള തട്ടിപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഒരു നിയമം പാസ്സാക്കുക എന്നൊക്കെയാണ് KP മുസ്തഫ പറയുന്നത്. മാത്രമല്ല മുസ്ലിം ലീഗ് എന്നും ഇവിടെ ഉണ്ടാകും. ഒരു നജീബ് കാന്തപുരം അല്ലെങ്കിൽ ആരെങ്കിലും വന്നു എന്നതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പ്രതിച്ഛായ ഒന്നും പോകില്ല എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും വാക്കുകളും വളരെ മൂല്യമുള്ളതാണ്. ഈ പെരിന്തൽമണ്ണ അത് ഏറ്റവും മൂല്യവത്തായി തന്നെ അത് എടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട്, നില 24 ലൈവ്.